ആസ് എ പ്രൊഡ്യൂസർ എങ്ങനെയാണ് ബാലചേട്ടൻ എങ്ങനെയാ ആ ഒരു പ്രീസ്റ്റ് ആയിട്ട് പിക്ചർ ശരിക്കും എനിക്കൊന്ന് അറിയണം. ഇടയ്ക്ക് പല ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു ചാടി വന്നേന്നുള്ള ഞാൻ ഡയറക്ടർ വിളിച്ച് ഇത് എവിടെന്നാ ക്യാമറ തെറ്റിയത്. നമ്മൾ ശരിക്കും തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാലിക്കറ്റ് ബീച്ചിലൊക്കെ ചെറിയൊരു ഇവന്റ് നടത്തിയിരുന്നു. ഇപ്പം ഓരോരുത്തർ ജീവിതത്തിലെ പുണ്യാളന്മാരെ കുറിച്ചിട്ട് വളരെ വ്യത്യസ്തമായ സ്റ്റോറീസാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവങ്ങളൊന്നുമല്ല. പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റോറീസ് തന്നെ കിട്ടുന്നത്. 99% ആളുകളും എടുത്തു പറയുന്നത് അനശ്വരയുടെ ആർട്ടിസ്റ്റ് ഭയങ്കരമായിരുന്നു. നമ്മളിന്ന് സമൂഹം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണത്. കാരണം ആരെങ്കിലും രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ജഡ്ജ് ചെയ്യുകയാണ്, അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നുള്ള രീതിയിൽ. നമസ്കാരം. ഇന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിലെ ലീഡ് ആക്ടറായ നമ്മുടെ ബാലുചേട്ടൻ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിനിമയുടെ പ്രൊഡ്യൂസർ ലെഗോ ജോൺ. നമസ്കാരം. അപ്പോൾ ഈ സിനിമയുടെ റിലീസ് കഴിഞ്ഞു. ആക്ച്വലി റിലീസ്ഡ് ആണ്. ഞാൻ സിനിമ കണ്ടു. ഇറ്റ് വാസ് ലവ്ലി. ആക്ച്വലി പറയുകയാണെങ്കിൽ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഈ സിനിമ ഒരു പ്രത്യേകത എത്തിയിട്ടുണ്ട്. കാരണം എനിക്ക് അതിൽ എടുത്തു പറയേണ്ടത് ആസ് എ പ്രീസ്റ്റ് ബാലുചേട്ടന്റെ പെർഫോമൻസ് ആണ്. നമ്മളങ്ങനെ പ്രതീക്ഷിച്ചില്ല നമ്മൾ ആ ഒരു ക്യാരക്ടറിൽ ബാലുചേട്ടൻ എങ്ങനെയായിരിക്കുന്നു. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പക്ക റെഗുലർ ആയിട്ടുള്ള ഹണിബീലുള്ള ക്യാരക്ടർ അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുണ്ടാവുക. അപ്പൊ എനിക്ക് ഫസ്റ്റ് ചോദ്യം നിങ്ങളോടാണ്. ആക്ച്വലി ആസ് എ പ്രൊഡ്യൂസർ എങ്ങനെയാണ് ബാലുചേട്ടൻ എങ്ങനെയാ ഒരു പ്രീസ്റ്റ് ആയിട്ട് പിക്ചർ എനിക്കൊന്ന് അറിയണം. ആസ് എ പ്രീസ്റ്റ് ആയിട്ട് എങ്ങനെ പിക്ചർ ചെയ്തു സംഭവം? ആക്ച്വലി ഇത് എന്നേക്കാൾ കൂടുതൽ ഡയറക്ടറുടെ കോൺട്രിബ്യൂഷനാണ്. ഡയറക്ടറാണ് ബാലൻ ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ തന്നെ ചോദിച്ചു, ഒരു ഇമേജ് ഇവിടെ കിടപ്പില്ല, ഒരു ഹണിബി അങ്ങനെയുള്ളൊരു ഇമേജ് അല്ലേ? ഇല്ല സാർ, അതാണ് ബ്രേക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ബാലുചേട്ടൻ്റെ ആ സതിൽ കഴിവ് ഇതുവരെ പുറത്ത് കൊണ്ടുവന്നിട്ടില്ല മലയാള സിനിമ എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പൊക്കി പറയല്ല, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഡയലോഗ് തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പം ഇത് ശരിക്കും ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആക്ച്വലി അത് സിനിമ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ ഉണ്ടായിരുന്ന പാറ്റേണിൽ നിന്ന് അതിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ആ ഒരു എലിവേറ്റഡ് സ്കെയിലിൽ നിൽക്കുകയാണ് സാധനം. എനിക്ക് തോന്നുന്നു ഞാനിതിൽ കണ്ടപ്പോൾ നമുക്ക് ആസ് എ പ്രീസ്റ്റ് ഒക്കെ നിൽക്കുമ്പോൾ നമ്മൾ റോമൻസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു നമ്മൾ പ്രതീക്ഷിച്ചത് നമ്മൾ റോമൻസിലൊക്കെ കാണുന്ന പോലെ. പക്ഷെ അതേ ആയിരുന്നില്ല ശരിക്കും ഉള്ളൊരു പ്രീസ്റ്റ്. പക്ഷെ ഈ ട്രൈങ് വെരി ഡിഫറെന്റ്. കാരണം ആള് ചെറുപ്പമാണ്, എന്നാ എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ പെട്ടുപോണ ഒരു അവസ്ഥ. ഇറ്റ് വാസ് ലവ്ലി ടു വാച്ച്. ആക്ച്വലി പറയുകയാണെങ്കിൽ ആ സിനിമയിലെ അർജുൻ ചേട്ടന്റെ ക്യാരക്ടർ പക്ക നമ്മൾ ഈ സൈക്കോ എന്നൊക്കെ പറയില്ലേ, നമുക്ക് ഹൊറർ സിനിമ ഹൊററല്ല, പക്ഷെ ഈ പുള്ളിയുടെ നിപ്പെടുപ്പം കാണുമ്പോൾ നമ്മളിങ്ങനെ ഇത് അല്ല ശരിക്കും അത് തന്നെ അച്ഛൻ്റെ ക്യാരക്ടർ നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത്. കാര്യം അത് വെരി അൺഎക്സ്പെക്റ്റഡ്. ഇയാൾ എന്താണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് മൂവ് എന്താണ് നമുക്ക് ആർക്കും അറിയാൻ പറ്റൂല. പെട്ടെന്ന് ചിലപ്പോൾ ഇയാൾ ചാടി വന്നിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ കത്തി വെച്ച് ചിലപ്പോൾ കുത്തിക്കളയായിരിക്കും. എന്താണ് ഇയാൾ ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ. കാരണം അച്ചൂര് ചെയ്യാൻ നേരത്തെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാര്യം ഇപ്പോൾ നമ്മൾ ഡയറക്ടർ പുള്ളി ഇപ്പോൾ സാധാരണ അച്ചു ചെയ്യണ ഒരു മീറ്ററിൽ നിന്ന് വേറൊരു മീറ്ററിലേക്ക് പിടിക്കണം. അത് ഇത്തിരി ലൗഡർ ആയിരിക്കണം. ഈ ചെയ്തതിനോട് കുറച്ച് ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്ന രോമാഞ്ചമാണ്. പക്ഷെ അതിൽ നിന്ന് ഡിഫറെന്റ് ഡിഫറെന്റ്. അപ്പോൾ അതാണ്. അപ്പോൾ അച്ചുവിന് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത് ഓവറാവൂലേ, ഇത് പ്രശ്നമാവോ? അപ്പൊ ഇല്ല, ഇതായിരിക്കും, ഇത് തന്നെയാണ് എന്റെ മീറ്റർ ആയിരുന്നു ചെയ്തത്. കാരണം നമുക്ക് ഒട്ടും ഒരു തുള്ളി പോലെ ഓവർ ഇല്ല. ഇതിപ്പോ പക്ക സൈക്കോ ഇയാൾ എന്താ ചെയ്യണമെന്നൊക്കെ മനസ്സിലാവരുത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇടയ്ക്ക് പല ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു ഡയറക്ടർ വിളിച്ച് ഇത് എവിടെന്നാ ക്യാമറ തെറ്റിയത്. അത് ഞാൻ ചോദിക്കാൻ വരുന്നു. ബാലുചേട്ടൻ ഈ സിനിമയിൽ ചെയ്തതിൽ ഇഷ്ടമുള്ള ഒരു വിത്തൗട്ട് സസ്പെൻസ് കളയുന്നതല്ല എന്നാലും ഇഷ്ടമുള്ള ഒരു സീൻ ഏതായിരുന്നു പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ? ഞാനും അനശ്വരയും അച്ചുവും കൂടി എന്റെ ഉള്ളിലുള്ള കുറച്ച് സീക്വൻസുകൾ തന്നെയാണ്. ഇയാളായിട്ട് ഞാൻ ഇവനെ പിടിക്കാൻ വേണ്ടി പോകുന്നതും അങ്ങനത്തെ കുറച്ച് പരിപാടികളായിരുന്നു. നമുക്ക് ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഭയങ്കര രസമായിരുന്നു അവിടെ. കാര്യം അത് ആക്ച്വലി ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണെന്ന്. നമ്മൾ ഒരു റൂമിൽ സെറ്റ് ചെയ്യുന്നു. ആ റൂമിൽ നമ്മൾ അധികം ക്യാരക്ടേഴ്സ് ഇല്ല, ആകെ 2 പേര് വെച്ചിട്ടാണ്. അത് ശരിക്കും ഭയങ്കര ഒരു റിസ്ക് എലമെന്റ് ഭയങ്കര കൂടുതലുള്ള ഒരു പരിപാടിയാണ്. കാര്യം അത് താങ്ക്സ് ടു DOP, ആർട്ട് ഡയറക്ടർ, എല്ലാവരും നമ്മളങ്ങനെ പറയേണ്ടി വരും. കാര്യം അത്രയും രസമുള്ള ഫ്രെയിംസും അത്രയും രസമുള്ള രീതിയിലുള്ള ലൈറ്റിങ്ങും അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് നമുക്കതൊരു ബോറടി ഇല്ലാതെ നമുക്കത് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ശരിക്കും ഒരു മുറിക്കകത്ത് ഇത്ര നേരം എന്നൊക്കെ പറയുമ്പോൾ മാനേജ് ചെയ്ത് പോകണം. അപ്പോൾ അത് ഭയങ്കര നമ്മൾ ഹെൽപ്പ് ചെയ്തു ഞങ്ങൾ ചെയ്ത. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് സീക്വൻസാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ആദ്യം പേടിയായിരുന്നു. പക്ഷെ ചെയ്തപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുന്നൊരു അത് ഒരു മുറിയിൽ നമുക്ക് ഒരിക്കലും നമുക്ക് ബോറടിക്കാൻ പാടില്ല. ഒരേ ഫ്രെയിം തന്നെ വരുമ്പോൾ ചിലപ്പോൾ ബോറടിച്ചു തുടങ്ങും. അപ്പോൾ ആൾക്ക് ഒന്നും നടക്കാത്ത പോലെ തോന്നിപ്പോകും. വലിയ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചാലും
ഭയങ്കര ഒന്നും നടക്കാതെ വിഷ്വലി നമുക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നിയാൽ ഒന്നുമില്ലല്ലോ. അവിടെ തന്നെ അതേ സെയിം ലൈറ്റ്, സെയിം പരിപാടി, സെയിം മുറി, അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നമൊന്നും. പക്ഷെ അത് ഇവരെല്ലാവരും നമ്മളെ ഭയങ്കര കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തു. ചേട്ടാ ഇതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീൻ അല്ലെങ്കിൽ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ? അല്ല സതി, ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിനകത്ത് ഓരോരുത്തരുടെയും സീനുകൾ നിർത്തി നോക്കി കഴിഞ്ഞാൽ ആക്ച്വലി ഫോർ എക്സാമ്പിൾ അർജുനിൽ തുടങ്ങാം. അർജുൻ്റെ ഇൻട്രോ തന്നെയാണ് ആക്ച്വലി ഒരു സ്റ്റാൻഡ് ഔട്ട് ഇൻട്രോ ആണ് ആക്ച്വലി. ഇത് എവിടെ നിന്നോ പറന്നു വരുന്ന ഒരു എഫക്റ്റിലാണ് ആ സംഭവം. ഔട്ട് ഓഫ് നോവർ ഫ്രെയിമിൽ പെട്ടെന്ന് ഒരാൾ നമുക്ക് അങ്ങനെ ആലോചിച്ചു. അതുപോലെ പിന്നെ ഇവിടെ ആ ഫൈറ്റ് സീനിൻ്റെ സമയത്ത് അത് അർജുനുമായിട്ടുള്ളൊരു കോമ്പോസ് സീൻ ഉണ്ടല്ലോ ആക്ച്വലി. അപ്പം ഇവിടെ ആ ഒരു ഏരിയ ഭയങ്കരമായിട്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന രസകരമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് അതിനകത്ത് അനശ്വരയുണ്ട്, ചാടി ലൈറ്റ് താഴെ വീഴുമ്പോഴത്തേക്കും പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബാലുവിൻ്റെ ആണെങ്കിൽ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് ലാസ്റ്റിലത്തെ ക്ലൈമാക്സ് ആയതുകൊണ്ട് അങ്ങോട്ട് എടുക്കുന്നതുകൊണ്ട് കൂടുതൽ പറയാൻ പറ്റത്തില്ല. ഒരു കുമ്പസാരം ഉണ്ടല്ലോ വെളിച്ചിൻ്റെ അടുത്ത് നിന്നിട്ടുള്ള ഒരു സംഭവം, അതാണ് ഏറ്റവും ഭയങ്കര സ്ട്രൈക്കിങ്. അപ്പം കണ്ണ് പതുക്കെ നടന്നു തുടങ്ങുന്ന ഒരു സംഭവമാണ്. കാരണം ഒന്ന് അതിനകത്ത് സ്ക്രിപ്റ്റിൻ്റെയും അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന മെസ്സേജ് ഉണ്ട്. അത് സത്യത്തിൽ ഇപ്പോൾ യൂത്ത് എത്രത്തോളം ശ്രദ്ധിക്കുന്നത് നമുക്കറിയില്ല ആക്ച്വലി. പക്ഷെ അത് വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള മെസ്സേജ് അവിടെ പാസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാവരും തന്നെ നമ്മൾ നന്മ ചെയ്യുന്നവരെല്ലാം തിരിച്ച് നന്മ കിട്ടുമെന്ന് ചിന്തിച്ചിട്ട് ചെയ്യുന്നതാണ് ആക്ച്വലി. പക്ഷേ ഇവിടെ ഒരു ക്യാരക്ടർ ഒരാളെ സഹായിക്കുന്നു തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അപ്പോൾ തിരിച്ചപ്പോൾ ആരെയാണ് വരുന്നത്? പക്ഷെ എങ്കിലും അതിലൊന്നും കുലുങ്ങാതെ അദ്ദേഹം നിൽക്കുന്നു. പക്ഷേ എവിടെയോ ലാസ്റ്റ് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അതുപോലെ ഒരു ദൈവദൂതനെ പോലെ ആരെങ്കിലും വന്ന് നമ്മളെ സഹായിച്ച് നമ്മൾ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ തന്നെയാണ് ആ കൺസീവ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മളും പറയുന്ന പുണ്യാളത് തന്നെയാണ്. ശരിക്കും നമ്മൾ ഒരിക്കലും ഒരു പുണ്യാളൻ വന്ന് രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ പറഞ്ഞ ദൈവം വന്ന് രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ആളുടെ രൂപത്തിൽ വന്നിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഡയറക്റ്റ് അല്ലല്ലോ, നമുക്ക് പല ആൾക്കാരുടെ ഇതിലായിരിക്കും. അങ്ങനെ നമ്മൾ ശരിക്കും തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാലിക്കറ്റ് ബീച്ചിലൊക്കെ ചെറിയൊരു ഇവന്റ് നടത്തിയിരുന്നു. ഇപ്പം ഓരോരുത്തരുടെ ജീവിതത്തിലെ പുണ്യാളന്മാരെ കുറിച്ചിട്ട് വളരെ വ്യത്യസ്തമായ സ്റ്റോറീസാണ് കിട്ടുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവങ്ങളൊന്നുമല്ല. പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റോറീസ് കിട്ടുന്നത്. അല്ല ആക്ച്വലി എല്ലാവരുടെ ലൈഫിലെ പുണ്യാളന്മാരുണ്ടാവുമല്ലോ. അങ്ങനെയാണ് യൂണിവേഴ്സിന്റെ സെറ്റിംഗ്സ് അങ്ങനെയാണ് ആക്ച്വലി. പിന്നെ ഇതില് നമ്മൾ പൊതുവെ കുറച്ച് നാൾ മുമ്പുള്ള ഒരു ടോക്കായിരുന്നു, ഈ നമ്മളിപ്പോൾ സിനിമയിലെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് അവർ വെറുതെ വന്നു പോകുന്നു, അവരുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ ശരിക്കും മനസ്സിലായി അനശ്വരയുടെ ഈ ഒരു ക്യാരക്ടറിൽ ആള് കൊടുത്ത ട്വിസ്റ്റ്, ലൈക്ക് എസ്പെഷ്യലി പുള്ളിക്കാരിയും ഇതിലൊരു ആ ഷെയ്ഡ് മാറിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഒരു സംഭവം. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അനശ്വര എന്ന് പറയുമ്പോൾ ഒരു ആക്ടർ, ഷീ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് റൈറ്റ് നൗ. നല്ലൊരുപാട് സിനിമകളൊക്കെ ആയിട്ട് ആ ഒരു ഭാഗ്യനടി എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. നമുക്ക് അതിനകത്ത് റിസ്ക് എലമെന്റ് ഉണ്ട്. പക്ഷേ ഞാൻ ഇപ്പം നമുക്ക് മനസ്സിലാക്കിയ റിവ്യൂ ഭയങ്കര പോസിറ്റീവ് റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് 99% ആളുകളും എടുത്തു പറയുന്നത് അനശ്വരയുടെ ടെസ്റ്റ് ഭയങ്കരമായിരുന്നു. ഒരു 1% തിരിച്ചു പറയുന്നുണ്ട് അത് ശരിയായില്ല. മറ്റേ ആ പുരുഷ ആധിപത്യത്തിന്റെ ആളുകളാണ്, അവർക്കത് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമേ നമ്മൾ പ്രതീക്ഷയില്ല. കാരണം നമുക്ക് പല സിനിമകളിലും വെറുതെ വന്ന് പോകുന്ന ക്യാരക്ടേഴ്സ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇത് ഇഫ് ഷീ വാസ് ഇൻ ദേർ ആ ഒരു ട്വിസ്റ്റ് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യത്തില്ല, രസമുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയാ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളാണ് ഇങ്ങനെ ഒരു സിനാരിയോ ഔട്ട് ഓഫ് ഒരു ശരിക്കുമുള്ളൊരു റിയൽ ലൈഫിൽ കണ്ടിരുന്നെങ്കിൽ വാട്ട് വുഡ് ബി യുവർ ഒപ്പീനിയൻ? എന്തായിരുന്നു? നിങ്ങളും ക്രിട്ടിസൈസ് ചെയ്യുമായിരുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു? അതായത് ആ ഒരു അച്ഛനെ അല്ലെങ്കിൽ ആ ഒരു പള്ളിമേടിലേക്ക് നാട്ടുകാർ കൂടുന്നു, അപ്പൊ ഒരുപാട് ക്രിറ്റിസിസം കിട്ടിയില്ല. അപ്പൊ നിങ്ങളായിരുന്നെങ്കിൽ വാട്ട് വുഡ് യു സേ? അല്ല, ഞാൻ ആക്ച്വലി അങ്ങനെ ബോധർ ചെയ്യാൻ പോകുന്ന ഒരാളാണ്. ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെടാൻ വേണ്ടി പോവാത്ത, വേറൊരാളുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയാത്ത ഒരാളാണ്. ഓരോരുത്തരും അത് അവര് ആരെങ്കിലും ദ്രോഹിക്കണ കാര്യമാണെങ്കിൽ അതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമുണ്ട്. ഞാൻ അല്ലെങ്കിൽ ഞാൻ ആരുടെ കാര്യത്തിലും ഇതുവരെ ഇടപെട്ടിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത് സത്യത്തിൽ നമ്മളത് അങ്ങനെ മനഃപൂർവ്വം പ്ലേസ് ചെയ്ത് തന്നെയാണ്. കാരണം നമ്മളിന്ന് സമൂഹം ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം തന്നെയാണത്. കാരണം ആരെങ്കിലും രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ജഡ്ജ് ചെയ്യുകയാണ്, അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നുള്ള രീതിയിൽ. ആ ജഡ്ജ്മെന്റ് ഒരിക്കലും ശരിയാണോന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം നമ്മൾ ടീസറിലും ട്രെയിലറിലും ആ ഒരു ഒരുപാട് ഡയലോഗ്സ് സ്ട്രെസ് ചെയ്ത് അതിനെ പറയുന്നുണ്ട്. പാതിരാത്രി പള്ളിമേടയിൽ പാതിരയ്ക്കൊപ്പം പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ നമ്മൾ പറയുന്നത്. അത് ആക്ച്വലി ആദ്യം ട്രെയിലറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ അത് മറ്റേ അതെന്ത് പ്രശ്നം വേറെ രീതിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഓക്കെ, അത് ഓരോരുത്തർ കാണുന്ന കാഴ്ചപ്പാടിന്റെയാണ്. നമുക്ക് അതാണ് താഴെ കുറച്ച് കമന്റ്സും ഉണ്ട്. സംഭവം ഞങ്ങൾ മറ്റേ സഭയ്ക്കെതിരെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കത്തിച്ചിടും. പിന്നെ ലാസ്റ്റ് നമ്മൾ ഓരോരുത്തർക്ക് പേഴ്സണൽ നിങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. ഇത് ആക്ച്വലി ടീച്ചറിന്റെ ഭാഗം മാത്രമാണ്. മനോഹരമായ ഒരു ചിത്രം എന്നുള്ളൊരു ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ചിത്രം. അതുമല്ല, അതിന്റെ ആ ഒരു ഡയലോഗ്
ഡയലോഗ്സ് എല്ലാം കറക്റ്റ് അതിനെ സ്ട്രെസ് ചെയ്യുമ്പോൾ നമ്മൾ ട്രെയിലർ ആക്ച്വലി എനിക്ക് തോന്നിയത് അതിന്റെ ഒരു ബിൽഡപ്പ് ആയിരുന്നു. നിങ്ങളുടെ തന്നെ സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അതേ ഞാൻ ആ സെൻസിൽ എടുത്തത്. ഓക്കെ, ട്രെയിലർ ഞാൻ സിനിമ കണ്ടതിന് ശേഷം ട്രെയിലർ കണ്ടു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിങ്ങനെ ഞാൻ ട്രെയിലർ ആദ്യം കണ്ടിട്ട് നമ്മളും ആലോചിക്കും ഇതെന്താ സംഭവം, പക്ഷെ അത് കഴിഞ്ഞിട്ട് സംഭവം ആക്ച്വലി മനസ്സിലായി. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും നല്ലൊരു വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.